ഇസ്രയേലിൽ വൻ ആഭ്യന്തര പ്രക്ഷോഭത്തിന് വഴിവെച്ചുകൊണ്ട് അൾട്രാ ഓർത്തഡോക്സ് സമൂഹത്തിലെ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് തേടിയ ഹദേരി യെശുവ വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തതാണ് രാജ്യത്ത് പുതിയ നയതന്ത്ര രാഷ്ട്രീയ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയത്. ബീറ്റ് ലീഡ് സൈനിക ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ ജയിലിന്റെ കവാടം തകർത്ത് അകത്തു കടക്കാൻ ശ്രമിച്ചതോടെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി. രാജ്യത്തെ വൻ രാഷ്ട്രീയ ഭിന്നതകളെ വീണ്ടും പുറത്തു കൊണ്ടുവരുന്ന തരത്തിലാണ് ഈ വൻ ജനകീയ പ്രതിഷേധം കത്തിപ്പടർന്നത്. സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലി സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ഭിന്നതകളും മതപരമായ ഇളവുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് ഈ അക്രമ സംഭവങ്ങളോടെ വീണ്ടും ചർച്ചയാകുന്നത്. അൾട്രാ ഓർത്തഡോക്സ് യുവാക്കളെ സൈന്യത്തിൽ നിർബന്ധമായി ചേർക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഈ സമൂഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. ബീറ്റ് ലീഡിലെ സൈനിക ജയിലിന് മുന്നിൽ മാത്രം പ്രതിഷേധം ഒതുങ്ങി നിന്നില്ല. ഇസ്രയേൽ അറ്റോർണി ജനറൽ ഗാലി ബഹ്റാബ് മിയാരിയുടെ ടെൽ അവീവിലുള്ള വീടിന് മുൻപിലും വൻ പ്രതിഷേധ മാർച്ച് നടന്നു. അറ്റോർണി ജനറലിന്റെ ഓഫീസും നിയമ സംവിധാനവുമാണ് സൈനിക സേവനം നിർബന്ധമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. ഭരണകൂടത്തിനെതിരെയും സൈനിക നേതൃത്വത്തിനെതിരെയും കടുത്ത മുദ്രാവാക്യങ്ങളാണ് തെരുവിൽ മുഴങ്ങിയത്. വർഷങ്ങളായി ആസ്വദിച്ചു പോന്ന മതപരമായ ഇളവുകൾ റദ്ദാക്കി ഹദേരി യുവാക്കളെ സൈന്യത്തിലേക്ക് നിർബന്ധമായി അയക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഹദേരി നേതാക്കൾ സംഘടിപ്പിച്ചത്. മതപഠനത്തിലാണ് തങ്ങളുടെ ജീവിതം അധിഷ്ഠിതമെന്നും ആത്മീയ സേവനമാണ് രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയെന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷ എല്ലാവരുടെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്ന് വാദിക്കുന്ന വിഭാഗങ്ങൾ ഇതിനെതിരെ കടുത്ത നിലപാടിലാണ്. അടുത്തിടെ ഇസ്രയേൽ പാർലമെന്റിൽ പാസാക്കിയ വൻ വിവാദമായ നിയമമാണ് നിലവിലെ സംഭവങ്ങൾക്കുള്ള പ്രധാന കാരണം. സൈനിക സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹദേരി യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ഈ നിയമം ഇസ്രയേലിന്റെ ഹൈക്കോടതി അടിയന്തരമായി മരവിപ്പിച്ചു. കൂടുതൽ വാദം കേൾക്കുന്നതുവരെ നിയമം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. കോടതി വിധി പുറത്തു വന്നതോടെ ഹദേരി യുവാക്കളെ അറസ്റ്റ് ചെയ്യാൻ സൈനിക പോലീസ് വീണ്ടും നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി യെശുവ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതാണ് ഹദേരി സമൂഹത്തെ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടുത്ത ലംഘനമാണിതെന്ന് ആരോപിച്ച് അവർ തെരുവിലിറങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ സർക്കാരിനെയും വലിയ ഭരണഘടനാ പ്രതിസന്ധിയിലാക്കി. ബീറ്റ് ലീഡ് ജയിലിലേക്ക് ഇരച്ചു കയറാൻ പ്രകടനക്കാർ ശ്രമിച്ചതോടെ സൈന്യവും പോലീസും ചേർന്ന് കടുത്ത പ്രതിരോധം തീർത്തു. ബാരിക്കേഡുകൾ തകർത്ത് ജയിലിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ നേരിടാൻ സുരക്ഷാ സേനയ്ക്ക് വലിയ രീതിയിൽ ബലം പ്രയോഗിക്കേണ്ടി വന്നു. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സ്വന്തം രാജ്യത്തെ പൗരന്മാർ നടത്തുന്ന ഈ കടന്നുകയറ്റം ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇസ്രയേൽ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും കാലങ്ങളായി തുടരുന്ന പ്രധാന തർക്കവിഷയങ്ങളിൽ ഒന്നാണ് അൾട്രാ ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ സൈനിക സേവനം. രാജ്യത്തെ ഭൂരിഭാഗം പൗരന്മാരും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കുമ്പോൾ ഹരേതി സമൂഹത്തിന് നൽകിയിരുന്ന പ്രത്യേക ഇളവുകൾ മറ്റ് ഇസ്രയേലികൾക്കിടയിൽ കടുത്ത അമർഷത്തിന് വഴിവെച്ചു. നിലവിലെ യുദ്ധ പശ്ചാത്തലത്തിൽ സൈനികരുടെ കുറവ് അനുഭവപ്പെടുമ്പോൾ ഈ വേർതിരിവും കൂടുതൽ ചർച്ചയാകുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിന് ഈ സംഭവം കനത്ത തിരിച്ചടിയാണ്. നെതന്യാഹുവിന്റെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള അൾട്രാ ഓർത്തഡോക്സ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സഖ്യം വിടുമെന്ന ഭീഷണി ഉയർത്തുന്നുണ്ട്. ഭരണ നിലനിൽപ്പിനായി ഹരേതി പാർട്ടികളെ തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് നെതന്യാഹു. അതേസമയം രാജ്യത്തെ മതേതര വിഭാഗങ്ങളും സാധാരണ സൈനികരും ഹരേതികൾക്ക് ഇളവ് നൽകുന്നതിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. രാജ്യത്തിനു വേണ്ടി രക്തം ചിന്താൻ തങ്ങൾ മാത്രം വേണമെന്നും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് നൽകുന്നത് തുല്യതയ്ക്കെതിരാണെന്നും അവർ വാദിക്കുന്നു. ഇത് ഇസ്രയേലി സമൂഹത്തിൽ വലിയൊരു സാമൂഹിക ഭിന്നതയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അറ്റോർണി ജനറലിന്റെ വീടിന് മുൻപിൽ നടന്ന പ്രതിഷേധം നിയമ സംവിധാനങ്ങളോടുള്ള ഹരേതി സമൂഹത്തിന്റെ കടുത്ത വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് അറ്റോർണി ജനറൽ നിലപാടെടുത്തതാണ് പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചത്. പോലീസും പ്രകടനക്കാരും തമ്മിൽ ടെൽ അവീവിൽ മണിക്കൂറുകളോളം തെരുവ് യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിന്നത്. ഈ ആഭ്യന്തര അസ്വസ്ഥതകൾ ഇസ്രയേലിന്റെ സൈനിക വീര്യത്തെയും ബാധിക്കുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. വിദേശ ശത്രുക്കൾക്കെതിരെ യുദ്ധം നയിക്കുമ്പോൾ രാജ്യത്തിനുള്ളിൽ പോരാട്ടവും കലാപവും ഉണ്ടാകുന്നത് സുരക്ഷാ സേനയുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകുന്നു.
ബീറ്റ്ലിഡ് സംഭവം സൈനിക നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഈ സാഹചര്യം നെതന്യാഹു സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് രാജ്യത്തിന്റെ സുരക്ഷയും നിയമവാഴ്ചയും നെതന്യാഹു ബലി കഴിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. സർക്കാരിന്റെ പരാജയമാണ് സൈനിക ജയിലുകൾ പോലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഹരേതി സമൂഹത്തിലെ മുതിർന്ന റബ്ബിമാർ തങ്ങളുടെ അനുയായികളോട് പ്രതിഷേധം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സൈന്യത്തിൽ ചേരുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോകുന്നതാണെന്ന നിലപാടിലാണ് പല ഹരേതി യുവാക്കളും. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും അതിക്രമങ്ങളിലേക്കും നയിക്കുമെന്ന ഭയമുണ്ട്. ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പുറത്തുവരുന്ന വിധി ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്നതായിരിക്കും. നിയമം മരവിപ്പിച്ച നടപടി സ്ഥിരപ്പെടുത്തിയാൽ അത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് വഴിവെച്ചേക്കാം. മറിച്ചായാൽ തെരുവിൽ അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിലിനും കലാപത്തിനും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ബീറ്റ്ലീഡ് സൈനിക ജയിലിന് മുൻപിലും ടെൽ-അവീവിലും നടന്ന അക്രമ സംഭവങ്ങൾ ഇസ്രയേൽ നേരിടുന്ന ആഭ്യന്തര തകർച്ചയുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ്. ബാഹ്യ ഭീഷണികളെക്കാൾ ഉപരിയായി സ്വന്തം പൗരന്മാർ തമ്മിലുള്ള ഈ മതേതര ചേരിതിരിവ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു.